അസ്സലാമലൈക്കും. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോക്ക് എല്ലാവരും കാണണം. പുതുതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് മറക്കില്ലട്ടാ. എല്ലാവർക്കും സുഖല്ലേ? മക്കളെ, നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിക്കുള്ള സാധനങ്ങൾ നമ്മളെടുത്തത് ഇങ്ങനെ കേട്ടോ: 2 വലിയുള്ളി, 2 തക്കാളി ഉണ്ട്, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ചപ്പ്, കറിവേപ്പിൻ്റെ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെറിയ വീഡിയോ ഒന്ന് പിടിച്ചതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന രീതി കേട്ടോ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൂടി കാണാച്ചിട്ട് നമ്മൾ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മളെ രീതിയിൽ ഉണ്ടാക്കണം പല മുളക്. ഇപ്പം ഇനി ആവശ്യക്കാർക്ക് എരിവ് കൂട്ടണമെങ്കിൽ കുറച്ച് മുളക് കൂട്ടുക, ഉള്ളി മസാല ഒക്കെ വേണമെങ്കിൽ കൂട്ടുക. നമ്മൾ കുറച്ച് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിക്കുള്ള മസാല എടുത്തിട്ടുള്ളൂ. പുള്ളി ചെറുതാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചുട്ടാ, ഗ്യാസ് എത്തിച്ചാണ്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടാകട്ടെ. നല്ല കുറച്ച് എണ്ണക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണക്കാണ്ട് പാർന്നിട്ട് നല്ലോണം ചൂടായിട്ട് നമുക്ക് വലിയുള്ളി അരിഞ്ഞുണ്ടല്ലോ, അതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുക. നല്ല ചൂടാകട്ടെ. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി എണ്ണയൊക്കെ പാർന്ന് നല്ല ചൂടാകുന്നുണ്ട് കേട്ടോ. നല്ല പെണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്ക് അരിഞ്ഞച്ച വലിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയുള്ളി കുറച്ചാണ് ഇട്ട് കൊടുത്ത് ഒക്കെ പാട്ട് കൊടുത്താണ്ട് ഒന്നാണ് ഇളക്കി കൊടുത്ത്, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് വാടി കിട്ടും. നന്നാക്കണ്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞച്ച തക്കാളി, ഇഞ്ചി അരച്ചത്, വെളിച്ചുള്ളിയൊക്കെ ഇല്ല, അതൊക്കെ ഇട്ടിട്ട് നന്നാക്കിയാണ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി നല്ലോണം വാടട്ടെ. അതിൻ്റെ പച്ചമണക്കണ്ട് പോകും വരെ നന്നാക്കിയാണ് വാട്ടുക. ഏകദേശം ഉള്ളിങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നല്ലോണം വാടി നല്ല നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കട്ടെ. നന്നാക്കാൻ ഇളക്കി കൊടുക്കുക. ചപ്പും കരിവേപ്പിൻ്റെ ഇലയും തക്കാളി വെട്ടണം. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് നല്ലോണം സെറ്റാണ്. നാക്കാൻ ഇളക്കിയിട്ട് മസാലയൊക്കെ പിടിച്ചോട്ടെ. ഇവിടെ മസാലപ്പൊടി ഇവിടെ നല്ല വാടിയിട്ടുണ്ട്. ഉള്ളി തക്കാളി നല്ല വാടിയിട്ടുണ്ട്. മസാലപ്പൊടി ചേർത്തിട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കാം. മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടോ. ഏകദേശം മസാലയൊക്കെ നല്ലത് ആയിട്ടുണ്ട്. മസാല ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല നിറമൊക്കെ മാറി. ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ കുറച്ച് പൊറോട്ട കൊടുക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ്റെ കറി ഉണ്ടാക്കുക. ഉണ്ടാക്കാണ്ട് അതിൻ്റെ ഇറച്ചിയിൽ മസാല ഇട്ടിട്ടെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മസാലയൊക്കെ പിടിച്ച് ഇറച്ചിമീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണ്ട് അങ്ങോട്ട് വേവട്ടെ.
അതുപോലെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നന്നാക്കി ഇളക്കുക. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. നന്നാക്കി ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ പൊടിച്ചിട്ടുണ്ടല്ലോ. എല്ലായിടത്തും ഇളക്കി കൊടുത്ത് മൂടിയുടെ വെക്കാം. കുറച്ച് നേരം വേവട്ടെ. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആക്കണേ. നല്ല വെന്ത് വരുന്നുണ്ട്, പാകം വരുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ചാടിച്ചുള്ള പരിപാടിയാണ് പൊറാട്ടയും ചിക്കൻ കറിയും. ചിക്കനെല്ലാം മുളകിട്ടത്, കട്ടൻ ചായ ഉണ്ട്. ഞാൻ തിന്നോക്കട്ടെ. നല്ല പൊറാട്ട, നല്ല കുഴഞ്ഞ പൊറാട്ട തിന്നോക്കട്ടെ. നല്ല ടേസ്റ്റിന് ചോയുണ്ട്. ആ ചപ്പിൻ്റെ ഇതിനൊക്കെ നല്ല മണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.